നിങ്ങൾക്കൊക്കെ അറിയാം, വയനാട് പ്രകൃതി സംരക്ഷണ സമിതി കഴിഞ്ഞ 43 വർഷക്കാലമായി വയനാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമിതിയുടെ അധ്യക്ഷനാണ് ബാദുഷ. പ്രത്യേകം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ബാദുഷയ്ക്ക് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് നിരവധി പോരാട്ടങ്ങളും അതിൻ്റെ പേരിലുള്ള ഭീഷണികളും നേരിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഈ ഭീഷണിയെ ഞങ്ങൾ ഭയക്കുന്നത് കൊണ്ടല്ല, ഈ ഭീഷണിയെ ഞങ്ങൾ അത്ര മുഖവിലേക്ക് എടുക്കുന്നുമില്ല. പക്ഷേ ജനാധിപത്യ മര്യാദ അനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതൊരു സംഭവത്തോട് പ്രതികരിക്കാനും അതിലെ ന്യായാന്യായങ്ങളെ കോടതികളിൽ, നിയമ സംവിധാനങ്ങളിൽ ചോദ്യം ചെയ്യാനുമുള്ള അവകാശങ്ങളെയാണ് ഒരു പറ്റം ഗുണ്ടാ സംഘം നേരിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാൻ വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ ഒരിക്കലും തയ്യാറുമല്ല. പക്ഷേ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവുമ്പോൾ അത് തുറന്നു കാണിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ മുണ്ടക്കൈ ദുരന്തം അതുണ്ടാക്കിയതിൻ്റെ വേദനയും വ്യാപ്തിയും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു എന്ന് ഭൗമശാസ്ത്രജ്ഞരടക്കമുള്ള പല ആളുകളും പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരും കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ മുണ്ടക്കൈ മലനിരകൾ തൊട്ട് നമ്മുടെ ബാണാസുര വരെയുള്ള, നമ്മുടെ ബ്രഹ്മഗിരി വരെയുള്ള ഏറ്റവും സെൻസിറ്റീവായ പ്രദേശങ്ങളിലെ 4000-ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കേരളത്തിൻ്റെ നിയമസഭയുടെ മുമ്പിൽ ഉള്ളപ്പോഴാണ് അവിടെ ഉള്ള ഒരാളുകൾക്കും അടിസ്ഥാനപരമായ സൗകര്യം നൽകിക്കൊണ്ട് മാറ്റിപ്പാർപ്പിക്കാതെ വൻകിട പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ദുരന്തത്തിനിരയായിട്ടുള്ള ആളുകളെ മുഴുവൻ മാന്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട്, ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇതുവരെ പുനരധിവസിപ്പിച്ചിട്ടില്ല. കുടുംബത്തിലെ മുഴുവനായ ഏതാണ്ട് 8ഓളം ആളുകൾ പോയിട്ടുള്ള ആളുകൾ ഗോസോണിന് 1 മീറ്റർ അപ്പുറം തൊട്ട് അങ്ങോട്ട് മാറിയിട്ടുള്ള, ജീവിക്കാൻ നിർവാഹമില്ലാത്ത, താമസിക്കാൻ പറ്റാത്ത ആളുകൾ ഇപ്പോൾ അവിടെ സമരത്തിലാണ്. ഈ മനുഷ്യരുടെയൊക്കെ ജീവിതത്തെ തകർത്തുകൊണ്ട്, അത് കാണാതെ, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെയാണ് ഇപ്പോൾ ഈ തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്.